ധനുഷേ, നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ചർച്ചയാണ് പ്രത്യേകിച്ച് കെ മുരളീധരൻ തൃശ്ശൂരിൽ തോറ്റതിന് ശേഷം മുരളീധരൻ പാലക്കാട് മത്സരിക്കാനെത്തുമോ? രമ്യ ഹരിദാസും ആലത്തൂർ തോറ്റു. ഈ രമ്യ ഹരിദാസ് ചേലക്കരയിൽ മത്സരിക്കാനെത്തുമോ? മന്ത്രി രാധാകൃഷ്ണൻ്റെ മണ്ഡലമാണ് ചേലക്കര. അപ്പോൾ ആരൊക്കെ വരുമെന്നുള്ള ഇങ്ങനെ ദിവസവും ഓരോരോ പേരുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഇടയ്ക്ക് പറഞ്ഞു കേൾക്കുന്നു, വി ടി ബൽറാമിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ ഈ ചേലക്കരയിൽ രമ്യ ഹരിദാസിൻ്റെ പേര് മാത്രമാണ് കോൺഗ്രസിൽ നിന്ന് ഇതുവരെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ആരൊക്കെ വരുമെന്നുള്ളതാണ് ധനുഷിൻ്റെ ഒരു മത്സരിക്കാനെത്തും എന്നുള്ളതാണ്. ആരൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയട്ടെ, രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കും. രാഹുൽ ഗാന്ധി റായ്ബറേലി പോകും. വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. അവിടെ മിക്കവാറും സിദ്ദിഖ് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സിദ്ദിഖ് കുറെ നാളായിട്ട് രാഹുൽ ഗാന്ധിയെ പെട്ടി താങ്ങുന്നു. പക്ഷേ സിദ്ദിഖിന് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, അത് മാത്രമല്ല, സിദ്ദിഖ് വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാനായി നോമിനേഷൻ കൊടുക്കാൻ തുടങ്ങിയ സമയത്താണ് രാഹുൽ ഗാന്ധി അവിടേക്ക് വരുന്നത്. സിദ്ദിഖ് വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് ആറ്റുനൂറ്റ് വിജയം ഉറപ്പിച്ച് വയനാട് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ വയനാടാണ് നമ്മുടെ സുരേന്ദ്രൻജി പോയി ഗണപതി വിട്ടു വെക്കണമെന്ന് പറഞ്ഞത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സിദ്ദിഖ് അങ്ങനെ നിന്ന ഒരു സമയത്താണ് രാഹുൽ ഗാന്ധി മണ്ഡലമില്ലാതെ രാഹുൽ ഗാന്ധി തപ്പിത്തടഞ്ഞ് വയനാട് വന്ന് നിൽക്കുന്നത്, വയനാട് നിന്ന് ജയിക്കുന്നത്. രാഹുൽ ഗാന്ധി മാരക ഭൂരിപക്ഷമായിരുന്നു, ജയിച്ച് പോയി. അപ്പോൾ അതിനുശേഷം വയനാട് ഇത്തവണ സിദ്ദിഖ് നിൽക്കാനാണ് സാധ്യത എന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു. സിദ്ദിഖ് MLA ആണ് നിലവിൽ MLA ആണ്. എങ്കിലും ഒരു MP സ്ഥാനം കിട്ടിയാൽ എന്താണ്? കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി യുഗം അവസാനിക്കുമെന്ന് കണ്ടിടത്ത് നിന്ന് ഇപ്പോൾ BJPയെ ഒരു ഭൂരിപക്ഷം കിട്ടാത്ത രീതിയിൽ, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത രീതിയിൽ രാഹുൽ ഗാന്ധി പിടിച്ചു കെട്ടി. KC വേണുഗോപാലിന്റെ വാർ റൂം തുറന്നു വെച്ച വാർ റൂമിന് ഫലം കണ്ടു. KC വേണുഗോപാൽ ആലപ്പുഴയും ജയിച്ചല്ലോ, ജയിച്ചു. അപ്പൊ KC വേണുഗോപാലിന് ഒരു ക്രെഡിറ്റ് ആണ്. KC വേണുഗോപാൽ എനിക്ക് തോന്നുന്ന കേട്ടാ അടുത്ത തവണ, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിഫലനങ്ങളുണ്ട്. അദ്ദേഹം KC വേണുഗോപാൽ മിക്കവാറും മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം 100% ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെന്നിത്തല ഉൾപ്പെടെ ഒതുക്കി. അതെ, K മുരളീധരനില്ലേ, മുരളീധരനെ അടക്കം ഒതുക്കുന്നത് ഈ മുഖ്യമന്ത്രി സ്ഥാനം മോഹം കണ്ടുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ K മുരളീധരന്റെ കാര്യത്തിലുണ്ടല്ലോ ജോണേട്ടാ, അല്ല, അദ്ദേഹം വയനാട്ടിൽ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. എനിക്ക് തോന്നുന്നില്ല നിൽക്കാൻ സാധ്യത പോകുന്നത്. കാരണം എത്രയെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടന്ന് അധ്വാനിക്കും. അല്ല, വയനാട്ടിൽ ജയിക്കും. വയനാട്ടിൽ ജയിച്ചാലും എത്രയെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടന്ന് അധ്വാനിക്കും. ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കും. കാരണം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഇവിടെ കോൺഗ്രസിന്റെ എന്താ പറയുക, RSSന്റെ B ടീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചു നിന്നത് ഇല്ലേ. സുധാകരൻ എന്ന് പറയുന്ന ആള് നാളെ RSSലേക്ക് പോകും, അല്ലെങ്കിൽ BJPയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചെന്നിത്തലയുടെ മുണ്ടിന്റെ താഴെ കാവിക്കളസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നത് അല്ലേ. അതാണ് ഇവിടെ തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത്. അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ ഭരണം ഉറപ്പിച്ച് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും നരേന്ദ്രമോദി 400 സീറ്റിലധികം പിടിച്ച് അധികാരത്തിലേറി കഴിഞ്ഞാൽ ഇവിടെ പിണറായി വിജയൻ തന്നെ വീണ്ടും എത്തും. കാരണം ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. കാരണം മോദി അവിടെ 400 സീറ്റിൽ അധികാരത്തിൽ കയറി കഴിയും. ഇപ്പൊ ഭരണഘടനയൊക്കെ തിരുത്തും. പൗരത്വ ഭേദഗതി നിയമം അല്ല ഇനി വരാൻ പോകുന്നത്, അതിലും വലിയ നിയമം വരും, നിങ്ങളൊക്കെ പുറത്തു പോകും എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ അവരെ പേടിപ്പിച്ച് ഇവരെന്ത് ചെയ്യും, ലോക്സഭാ ഇലക്ഷൻ ദേശീയില്ല. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ അവരുടെ കണക്കൂട്ടുകളെല്ലാം തെറ്റിപ്പോയി. അവർ ഒരു സീറ്റിൽ ഒതുങ്ങി, LDF. ആ ഒരു സീറ്റാണ് ആലത്തൂർ സീറ്റ്. പക്ഷെ ആലത്തൂർ സീറ്റും രമ്യ ഹരിദാസ് ഒന്ന് പിടിച്ചില്ലെങ്കിൽ കിട്ടുമായിരുന്നു. 20,000 മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ രമ്യയുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 1,00,000 മേലെയായിരുന്നു. ഇത്തവണ രമ്യ ഹരിദാസിനെ കൂടെ നിന്ന് കോൺഗ്രസ്സുകാർ തന്നെ പണി കൊടുത്തെന്നാണ് തോന്നുന്നത്. ഞാൻ വിചാരിച്ചു രാധാകൃഷ്ണൻ ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം 1,00,000 മേലെ കടന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ 1,00,000 ഇല്ല, 20 ഉള്ളൂ രാധാകൃഷ്ണന്റെ ഭൂരി. കാരണം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ പുള്ളിക്കാരന്റെ നടപ്പിലും എടുപ്പിലും പുള്ളിക്കാരന്റെ സംസാരത്തിലും എല്ലാം പുള്ളിക്കാരന് നിസ്വാർത്ഥനായിട്ടുള്ള ഒരു അടിപൊളി കമ്മ്യൂണിസ്റ്റുകാരനാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. പിന്നെ പുള്ളിക്കാരൻ ഈ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത്, ഈ ദേവസ്വം മന്ത്രി ആയ ശേഷം ഒരു വിവാദമുണ്ടായി. അത് ഈ തന്ത്രി കയ്യിൽ വിളക്ക് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അത് ആചാരത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് പിന്നീട് പല ആൾക്കാരും പറയുന്നത്. അപ്പൊ അതൊക്കെ അവിടെ നിന്നോട്ടെ. അപ്പൊ ഈ ആലത്തൂരുള്ള വിഷയം അതാണ്. ആലത്തൂര് 20,000 വോട്ടിന് മാത്രമാണ് പുള്ളി ജയിച്ചത്. വയനാട് ഇപ്പോൾ ബൈ ഇലക്ഷൻ വരുമ്പോൾ സിദ്ദിഖ് നിൽക്കും. മുരളീധരന്റെ കേസ് പറയുകയാണെങ്കിൽ മുരളീധരൻ വടകര നിന്നെങ്കിൽ ജയിച്ചു പോയേനെ.
ജയിച്ചേനെ പിന്നെ 100%. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വട്ടിയൂർക്കാവാണ് നിന്നുള്ളത്. വട്ടിയൂർക്കാവ് അദ്ദേഹം ആ മണ്ഡലം നിലനിർത്തിയേനെ, ആ മണ്ഡലം നിലനിർത്തി. ഇപ്പൊ വട്ടിയൂർക്കാവ് നിയമത്തെ കൊണ്ടുവരുത്തി തോപ്പിച്ചു. അതെ, ആ സമയത്ത് വടകര പോയോ, വന്നു. അതെ, വട്ടിയൂർക്കാവ് നിന്ന് മുരളീധരൻ ജയിച്ചേനെ. മുരളീധരൻ ജയിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ വട്ടിയൂർക്കാവ് എന്റെ കമ്മ്യൂണിസ്റ്റ് കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ. ആ കമ്മ്യൂണിസ്റ്റ് കൂട്ടുകാരത്തൊക്കെ ഞാൻ ചോദിക്കും ഇവിടെ ആര് ജയിക്കും, മുരളീധരൻ ജയിക്കും. അദ്ദേഹം ആ മണ്ഡലത്തെ വളരെ കാര്യമായി നോക്കി. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഇങ്ങനെ റൗണ്ട് ചുറ്റിക്കൊണ്ടേയിരിക്കും. അതെ ആണ്. ഞാൻ പറയട്ടെ, മണ്ഡലത്തിൽ എപ്പോഴും മണ്ഡലത്തിലുണ്ട്. എന്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആ ജയിക്കുക മുരളീധരൻ ജയിക്കും. ഞാൻ പറയാം അതെന്താ നീ പറയാം, നീ കമ്മ്യൂണിസ്റ്റ് അല്ലേ, നീ മുരളീധരനാണോ? ഞങ്ങൾ മുരളീധരനെ വോട്ട് ചെയ്യുന്നത്. അതെന്താ, പുള്ളിക്കാരൻ സജീവമാണ് മണ്ഡലത്തിൽ. പുള്ളിക്കാരൻ്റെ ആ പ്രവർത്തനങ്ങൾ, നീ റോഡൊക്കെ കണ്ടില്ലേ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ റോഡുകളൊക്കെ അതിഗംഭീരമാണ്. അത് പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പുള്ളിക്കാരൻ അവിടെ നിന്നു ജയിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാരനെ നേരെ വടകര കൊണ്ടുവന്നു. വടകരയും പുള്ളിക്കാരൻ ജയിച്ചു. അന്ന് ജയരാജനെതിരെയാണ് പുള്ളിക്കാരൻ ജയിച്ചത്. അതിനുശേഷം ഈ പത്മജ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കോൺഗ്രസ് പെട്ടെന്ന് പ്രതിരോധത്തിലായി. കാരണം ഇലക്ഷന്റെ വക്കിന് നിൽക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും ഇതിനെ നമുക്ക് തിരിച്ച് പ്രതിരോധിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുരളീധരനെ പിടിച്ച് ഞങ്ങളിതാ അങ്ങനെയാണെങ്കിൽ വലിയ തന്ത്രം പത്മജ ഞങ്ങൾ ഇറക്കി എന്ന് പറഞ്ഞ് BJP ചെക്ക് എങ്കിൽ ഞങ്ങൾ മുരളീധരനെ സുരേഷ് ഗോപിക്കെതിരെ ഇറക്കി എന്ന് പറഞ്ഞ് ചെക്ക് വെച്ചു. പക്ഷെ അത് അനാവശ്യമായിട്ടുള്ള ചെക്കായിരുന്നു. കാരണം കോൺഗ്രസിന് ഒരു ഭരണവിരുദ്ധ വികാരം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഒരു അനുകൂല തരംഗം ഉണ്ടായില്ല. കോൺഗ്രസ് ജയിച്ചേനെ, മുരളീധരൻ വടകരയും ജയിച്ചേനെ. ഷാഫി ഇറക്കേണ്ട ആവശ്യമില്ല. ഷാഫി അവിടെ ജയിച്ച ആ ഭൂരിപക്ഷം കണ്ടില്ലേ, അത് മുരളീധരന് കൂടെ അവകാശപ്പെട്ട ഭൂരിപക്ഷമാണ്. കാരണം മുരളീധരൻ അവിടെ അത്ര നല്ല പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചത്. പല ആൾക്കാരും പറയില്ല മുരളിയെ നിർത്തിയോ ജയിക്കില്ല, ഷാഫി കാഫിർ എന്ന് പറഞ്ഞ് വോട്ട്. പക്ഷെ അല്ല, മുരളി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഫലം കൂടെയാണ് 1 ലക്ഷം പരം വോട്ടിന് ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചത്. അപ്പൊ മുരളീധരൻ ഇപ്പൊ പറയുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ മുരളീധരൻ ഇത് അവസാനിപ്പിച്ചതിൽ ഒരു കാര്യം കൂടെയാണ്. അതായത് മുരളീധരൻ അടുത്ത ഒരു KPCC പ്രസിഡന്റ്, അവിടെ നിന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പദത്തിലേക്കൊക്കെ ഉയരാൻ കെൽപ്പുള്ള ഒരു മനുഷ്യനാണ്. കെൽപ്പുള്ള ഒരു മനുഷ്യനാണ് KC വേണുഗോപാൽ. ശശി തരൂർ മുഖ്യമന്ത്രിയാവണം എന്ന് ഈ ഇടയ്ക്ക് ഒരു വാദം ഉണ്ടായി. പക്ഷേ ശശി തരൂരിനെ അടിച്ചൊതുക്കി. ശശി തരൂർ ഇത്തവണ ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതിന് എന്തുകൊണ്ടാണ്? ശശി തരൂരിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കണം. ശശി ഇലക്ഷന് ശേഷവും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇത്തവണ പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ കൂടെ ഞാൻ നിൽക്കും, ഇനി ഞാൻ നിൽക്കത്തില്ല എന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്ത തവണ വീണ്ടും കൈയും കാലും പിടിച്ച് ചേട്ടൻ തന്നെ നിന്നാലേ ശരിയാവുള്ളൂ ചേട്ടാ എന്ന് പറഞ്ഞ് കയറ്റിവിടും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. മുരളി തന്നെ അങ്ങനെ വ്യക്തമായി ഒതുക്കിയതാണ്. നിയമത്ത് കൊണ്ടുവന്നു, മുരളിക്കറിയാൻ തോക്ക് വന്നു. എങ്കിലും BJPക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്നുള്ള രീതിയിൽ ജയൻ കില്ലർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതാ നിൽക്കാം, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് മുരളീധരനെ അന്തസ്സായിട്ട് അവിടെ നിന്ന് തോറ്റു. മുരളീധരൻ വന്നില്ലായിരുന്നെങ്കിൽ കുമ്മനം രാജശേഖരൻ ജയിക്കുമെന്നുള്ള ഒരു വസ്തുതയായിരുന്നു. മുരളി അവിടെ വിജയിച്ചു. തൃശ്ശൂർ കൊണ്ട് നിർത്തി. തൃശ്ശൂർ നിർത്തിയാൽ ആർക്കും അറിയാം സുരേഷ് ഗോപി ഇവിടെ ജയിക്കുമെന്ന്. സുരേഷ് ഗോപിയുടെ അത്തരത്തിലുള്ള അങ്ങനെ മുരളി തന്നെ അത് കൃത്യമായിട്ട് ഇപ്പൊ മുരളീധരൻ MLA സ്ഥാനവും ഇല്ല, മുരളീധരൻ MP സ്ഥാനവും ഇല്ല. ഇനി മുരളീധരൻ BJPയിലേക്ക് പോകും. കാരണം പത്മജ പറഞ്ഞിട്ടുള്ളത് എന്റെ ഏട്ടനെ എനിക്കറിയാവുന്നുള്ള ആർക്കും അറിയത്തില്ലല്ലോ. അദ്ദേഹം എത്ര പാർട്ടി മാറിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അദ്ദേഹം നാളെ BJPയിലേക്ക് വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇവർക്ക് കുറച്ച് പേടിയുണ്ട്. മുരളിയെ പോലുള്ള ഒരു ജയന്റ് മനുഷ്യൻ BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ക്രിസ്ത്യൻ വോട്ടും BJPക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലല്ലേ? മുരളിയെ പിടിച്ച് കരുണാകരന്റെ ബാനറിൽ BJP എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ കുറച്ച് ഹൈന്ദവ ഭൂരിപക്ഷവും കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളുള്ള എവിടെ മുരളി പുഷ്പം ചൂല് BJPയുടെ ഒരു MLA ആവും. മുരളി BJPയുടെ ഒരു MLA ആയി മുരളി നിയമസഭയിൽ വരും. നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്? കേന്ദ്രത്തിൽ ഭരണമുണ്ട്, കേരളത്തിൽ ഒരു MLA ഉണ്ട്. മുരളിക്ക് അത് അത്ര മതി മുരളിക്ക്. അപ്പോ ഇവിടെ നമ്മുടെ പാലക്കാടാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ പാലക്കാട് നിരന്തരം CN സുന്ദരം എന്ന് പറഞ്ഞിട്ട് K ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ പഴയ ധനകാര്യം ഇവർ നിരന്തരം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് പാലക്കാട് കോൺഗ്രസിന്റെ. അതിനുശേഷമാണ് പിന്നീട് അത് CPM ജയിക്കുന്നത്. 2011 മുതൽ നിരന്തരം ഷാഫി പറമ്പിലാണ് പാലക്കാട്. അത് ഷാഫി വന്നു, ഷാഫി മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ്. യൂത്ത് ബ്രിഗേഡിന്റെ ഭാഗമായിട്ടാണ് ഷാഫി വരുന്നത്. ഞാനൊരു പ്രവചനം നടത്താം. ഷാഫി പറമ്പിൽ ഭാവിയിൽ കേരളത്തിന്റെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാവും. അതാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയാവും. ഷാഫിക്ക് അതിനുള്ള പവറും ഉണ്ട്. ഇപ്പോൾ ഉള്ള യൂത്ത് നേതാക്കന്മാരിൽ ഷാഫി പറമ്പില് ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് നമ്മൾ കാണണം. ഷാഫി പറമ്പിൽ പ്രവർത്തകരെ പോലീസ് പിടിച്ചു വെച്ചാൽ പോലീസ് സ്റ്റേഷനകത്ത് കയറി പ്രവർത്തകരെ തിരിച്ചിറക്കി കൊണ്ടുവരുന്നത്, മുഖ്യമന്ത്രിയെ വിറപ്പിക്കുന്നത്, സ്വർണ്ണക്കടത്ത് കേസിലടക്കം മുഖ്യമന്ത്രിക്ക് ഉത്തരം മുട്ടിപ്പോയി. ഷാഫി പറമ്പിൽ അവിടെ സത്യം പറഞ്ഞാൽ ഷാഫി MP ആയി പോകേണ്ട ഒരാളല്ല. ഷാഫി നിയമസഭയിൽ വേണ്ടത്. അത് കോൺഗ്രസിനെ പറ്റിയ വലിയൊരു അബദ്ധമാണ്. കോൺഗ്രസിനെ പറ്റിയ വലിയ അബദ്ധമാണ് ഷാഫിയെ MP ആക്കി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിന് അധികാരം വേണം. ഷാഫി ഒരു കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ ഒരു സഹമന്ത്രിയോ ആവണം, അധികാരം വേണം. അപ്പൊ ഇവിടത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പോയി കഴിയുമ്പോൾ പാലക്കാട് സ്വാഭാവികമായിട്ടും വീക്കാവും. ഈ ശ്രീധരൻ 3859 വോട്ടിനാണ് ഷാഫി. ഞാൻ പറയട്ടെ, പാലക്കാട് വെറും 3000 സംതിങ് വോട്ടിനാണ്
ശ്രീധരൻ നമ്മുടെ മെട്രോമാനെതിരെ ഷാഫി ജയിച്ചത്. ഷാഫി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വോട്ടെണ്ണുന്ന ദിവസം ഞാനത് നെഞ്ചെടുപ്പോടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീധരൻ ജയിക്കുമെന്ന് പല ആൾക്കാരും പറഞ്ഞു. നേമത്തെ അക്കൗണ്ട് പൂട്ടിപ്പോയി. അപ്പൊ പാലക്കാട് മാത്രമേ ഉള്ളൂ, അടുത്തടുത്ത് വരുന്നു. അവസാനം ഷാഫി പറമ്പിൽ 3000 സംതിങ് വോട്ടിന് ജയിച്ചു. പക്ഷെ ഇത്തവണ ഷാഫി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ BJPയുടെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ വരുന്നതെങ്കിൽ ആ മണ്ഡലം പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശോഭാ സുരേന്ദ്രനെ ഇറക്കി നോക്കും നിങ്ങൾ. ശോഭാ സുരേന്ദ്രൻ തീപ്പൊരിയായിരിക്കും. പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മുടെ പ്രശാന്ത് ഏട്ടൻ പറയുന്നത്. ശോഭ എവിടെ ചെന്ന് നിന്നാലും ക്രൗഡ് പുള്ളറാണ്. ശോഭയ്ക്ക് അവിടെ പ്രവർത്തിക്കാൻ ഇത്ര സമയം വേണമെന്നൊന്നുമില്ല. ഞാൻ ശോഭാ സുരേന്ദ്രന്റെ കൂടെ നേരിട്ട് പോയി പല സ്ഥലങ്ങളിലും, ഞാൻ റിപ്പോർട്ടർ ആയിരുന്നു, അപ്പൊ പല സ്ഥലങ്ങളിലും പുള്ളിക്കാരിയുടെ കൂടെ പോയി ഞാൻ പല കാര്യങ്ങളും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയാം, പുള്ളിക്കാരിക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലം, ആ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലം നമ്മുടെ തീരദേശം. ഞാൻ റിപ്പോർട്ടർ ആയിരുന്ന സമയത്ത് ഒരു കോള് വരുന്നു, ശോഭാ സുരേന്ദ്രൻ തീരദേശത്ത് വന്നിട്ടുണ്ട്, ഒന്ന് വേഗം പോകും. ഞാൻ പോയി, ക്യാമറാമാനും ഉണ്ട്, ഞാനും ഉണ്ട്. പോയപ്പോൾ ശോഭാ സുരേന്ദ്രൻ തീരദേശത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്, ഒരു പറ്റ ആൾക്കാരും ഉണ്ട്. അതാണ് ഞാൻ പറയാം, ഇവര് നടന്ന് പോകുമ്പോൾ ഉണ്ടല്ലോ, ഇവരുടെ ചുറ്റും ആൾക്കാർ ഇങ്ങനെ കൂടുകയാണ്. ഇവര് നടന്ന് ഒരു വീട്ടിലേക്ക് കയറുന്നു, ആ വീട്ടിലുള്ള ആൾ എന്താണ് പ്രശ്നവും ചോദിക്കുന്നു, അവരുടെ കൈ പിടിക്കുന്നു, സംസാരിക്കുന്നു, അവരെ കെട്ടിപ്പിടിക്കുന്നു. സ്ത്രീകളെയൊക്കെ ശോഭ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് ആശ്വസിപ്പിക്കുകയാണ്. ഇവിടെ തീരദേശ മേഖലകളിൽ ഞാൻ കുറെ കാലം മാധ്യമ രംഗത്തുണ്ടായെന്ന് പറയാം. ഭയങ്കര കടൽക്ഷോഭവും ആരും പരിഹരിച്ചു കൊടുക്കുന്നില്ല, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശോഭാ സുരേന്ദ്രനെ ഒരു MLA അല്ലെങ്കിൽ ചിലപ്പോൾ അത് പരിഹരിച്ചു കൊടുത്തേനെ. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ ഒരു MP ആയിരുന്നെങ്കിൽ അത് പരിഹരിച്ചു. ശശി തരൂരിനെ കൊണ്ടൊന്നും നടക്കില്ല. ഞാൻ വീണ്ടും 15 കൊല്ലമായി, നടന്നില്ലല്ലോ, ഒന്നും നടക്കില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അവരുടെ ആവശ്യം പുലിമുട്ട് വേണം. ഞങ്ങൾക്ക് കടൽ കയറാതിരിക്കാൻ പുലിമുട്ട് വേണം. അതാണ് അവരുടെ ആവശ്യം. ഇവിടെ അദാനി ഇടുന്നുണ്ടല്ലോ നല്ല ഒന്നാം തരം പുലിമുട്ട്, അതേപോലുള്ള പുലിമുട്ട് തീരദേശം കേരളത്തിൽ ഇവിടെ പാറശാല മുതൽ മുതലപ്പൊഴി വരെ നമുക്ക് ഇടണം. അതാണ് അവരുടെ ആവശ്യം. നടക്കുന്നില്ല. നടന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം ഏകദേശം ഒരു പകുതിയിലേറെ സോൾവ് ആവും. പിന്നെ അവർക്ക് ബാക്കി ഈ കടൽക്ഷോഭം വരുമ്പോൾ കടലിൽ പോകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ശോഭാ സുരേന്ദ്രന്റെ കൈ പിടിച്ചന്ന് പല ആൾക്കാരും പറഞ്ഞത് മോൾ ഇവിടെ ജയിക്കും എന്നാണ് തീരദേശ നിവാസികൾ പറഞ്ഞത്. അതിനുശേഷം ശോഭാ സുരേന്ദ്രന്റെ അടുത്ത് ഒരു മുക്കുവ സ്ത്രീ ഒരു ഉജ്ജ്വൽ യോജനയുടെ ഒരു കാർഡ് എടുത്തുകൊണ്ട് വന്ന്, മോളെ ഇതൊന്ന് നോക്കൂ. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട്, ഇതിന് പൈസ കൊടുക്കണോ? ഞാൻ പറഞ്ഞു, ഇത് വേണ്ട, ഇത് പ്രധാനമന്ത്രി തന്നെ ഫ്രീ ആയിട്ടുള്ള ഗ്യാസ് കണക്ഷനാണ്, പൈസ കൊടുക്കണമെന്ന് പറയുന്നല്ലോ അവിടെയുള്ള ആൾക്കാർ. അപ്പൊ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഫോൺ എടുക്ക് എന്ന് പറഞ്ഞു. വിളിച്ച് ശോഭാ സുരേന്ദ്രൻ അങ്ങ് ഫയർ ചെയ്തു. നിന്റെ പൂട്ടിക്ക് നിന്റെ കമ്പനി ഞാൻ പൂട്ടിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ശോഭാ സുരേന്ദ്രൻ എന്നെ വിളിച്ചു, ഇങ്ങ് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ച് വരട്ടിയിട്ടുണ്ട്, ഇനി നിങ്ങൾ വിളിച്ച് വരട്ടും. നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്, ഒരു പ്രശ്നമില്ല. വിളിച്ച് നിങ്ങൾ പറയണം, വാർത്ത കൊടുക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതാണ് ശോഭാ സുരേന്ദ്രന്റെ പവർ. ശോഭാ സുരേന്ദ്രനെ എങ്ങാനും പാലക്കാട് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ ജയിച്ചു കയറാൻ ഈസിയാണ്. കാരണം ഷാഫി പറമ്പിൽ പോയ ഒരു ഗ്യാപ്പ് ആണല്ലോ. അത് മാത്രമല്ല, സ്വാഭാവികമായിട്ടും അവിടെ BJPയുടെ വോട്ട് ബാങ്ക് ഉണ്ട്. അവിടെ വോട്ട് ബാങ്ക് ഉണ്ട്. പിന്നെ അവിടെ നിൽക്കാൻ വരുന്നത് നേരത്തെ ഉണ്ട്, ഷാഫിയുടെ പെട്ടി താങ്ങുന്ന രാഹുൽ മാങ്കൂട്ടമാണ് അവിടെ നിൽക്കാൻ വരുന്നത്. ഷാഫി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തേനും പാലും ഒലിക്കും. പക്ഷെ രാഹുൽ മാങ്കൂട്ടം ഭയങ്കര ഇമ്മച്ചുവറാണ് പറയാതിരിക്കുക. ആ നമ്മുടെ പത്മജയൊക്കെ തന്തയ്ക്ക് പിറക്കാത്തവൾ എന്നിട്ട് പറയുന്നത് പൊളിറ്റിക്കലിയാണ് ഞാൻ വിളിച്ചതെന്ന്. അപ്പൊ ഇയാളെ പൊളിറ്റിക്കൽ രണ്ട് തന്തമാറുണ്ടോ. സുരേഷ് ഗോപി ഡീൽ ചെയ്യുന്ന ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇന്നലെ MK രാഘവൻ കോഴിക്കോട് തന്നെ എയിംസ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് മറുപടി പറയാം, അത് പറയാൻ താനാരാ എന്ന് പറയാം. അവിടെ ഒരു ഗോൾ അടിച്ചതാണ് രാഘവൻ. എയിംസ് എന്തായാലും സുരേഷ് ഗോപി കൊണ്ടുവരുമെന്ന് അറിയാം. അപ്പൊ എയിംസ് കൊണ്ടുവരുമ്പോ കോഴിക്കോട് അല്ലായിരിക്കുമെന്ന് രാഘവൻ അറിയാം. അപ്പോ ആ സമയത്ത് താൻ എയിംസ് കോഴിക്കോട് ചോദിച്ചായിരുന്നു എന്ന് നാട്ടുകാർ ചോദിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എയിംസ് കോഴിക്കോട് വേണം എന്ന് ആദ്യമേ പറഞ്ഞു വെച്ചതാണ്. അപ്പൊ അത് പോവും. അപ്പൊ നാട്ടുകാർ അന്ന് ചോദിക്കുമ്പോ രാഘവന് പറയാം, ഞാൻ പറഞ്ഞായിരുന്നു പുള്ളി തരാത്തതാന്ന് പറയാം, മനസ്സിലായില്ല എന്ന് പറയാം. അങ്ങനെ പറയാം പുള്ളിക്ക്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഈ നമ്മുടെ സുരേഷ് ഗോപി വളരെ മാന്യമായിട്ടാണ് മറുപടി. അത് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഇതാണ് മറുപടി. ഏതെങ്കിലും ഒരു MP അങ്ങനെ പറയൂ? ഇല്ല, പറയും, നീ പോടാ, നിന്റെ പാടുവെക്കി പോടാ, എനിക്ക് ഇഷ്ടമുള്ളത് അതിനെ എയിംസ് കൊണ്ടുവരും കോഴിക്കോട്, അത് പറയാൻ അങ്ങനെ പറയത്തുള്ളൂ. അത് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. കാരണം അദ്ദേഹം എയിംസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അതുപോലെയാണ് രാഷ്ട്രീയത്തിൽ മറുപടി കൊടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഇവർ ചാടി എത്ര രാഹുൽ മാങ്കൂട്ടം, ഞാൻ പറയട്ടെ, കരുണാകരൻ, ശോഭ അല്ല നമ്മുടെ പത്മജ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോ രാഹുൽ മാങ്കൂട്ടം മുട്ടിലെഴിഞ്ഞ് നടക്കുക. ആ സാഹചര്യത്തിൽ നടക്കുകയായിരിക്കും. പത്മജയും വളരെ ഗംഭീരമായിട്ടാണ് മറുപടി കൊടുത്തത്.
വളരെ രീതിയിൽ അതൊക്കെ പ്രചരണം ആയതുമാകും. എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു പ്രവചനമാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടമാണ് നിൽക്കുന്നെങ്കിൽ BJPക്ക് വേണ്ടി പത്മജ നിൽക്കണം. എങ്ങനെയിരിക്കും? പത്മജ നിൽക്കണം. എന്നിട്ട് പത്മജ ഇതിനവിടെ മറുപടി കൊടുത്താൽ അതിഗംഭീരമായിരിക്കും. അപ്പൊ പാലക്കാട് നമുക്ക് അവിടെ സോൾവ് ചെയ്യാം. ചേലക്കര എന്ന് പറയുന്നത് 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. പാലക്കാട്, ആലത്തൂരിലുള്ള നമ്മുടെ തൃശ്ശൂരുള്ള മണ്ഡലം, ആലത്തൂര്, ഇങ്ങനെയുള്ള മണ്ഡലങ്ങൾ, ചേലക്കര, ഇങ്ങനെ പടർന്നു കിടക്കുന്ന മണ്ഡലമാണ് ചേലക്കര. ചേലക്കരയിൽ ഇത്തവണ രമ്യ ഹരിദാസിന് നിൽക്കാവുന്നതേ ഉള്ളൂ. രമ്യ ഹരിദാസിന് നിൽക്കാം. കാരണം ഇപ്പോഴത്തെ ഇലക്ഷന്റെ കണക്ക് ഞാൻ തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല. 2019 ചേലക്കരയിൽ രമ്യ ഹരിദാസിന്റെ 76,034 വോട്ടാണ് രമ്യ ഹരിദാസ് ലോക്സഭാ മണ്ഡലത്തിൽ. അപ്പോഴും ആരായിരുന്നു അവിടുത്തെ മന്ത്രി, അല്ല അവിടുത്തെ അസംബ്ലി കാൻഡിഡേറ്റ്? രാധാകൃഷ്ണനായിരുന്നു അപ്പോൾ അവിടുത്തെ MLA. പക്ഷേ രമ്യ ഹരിദാസ് അവിടെ 2019 പിടിച്ച വോട്ട് അതിനെ മറികടന്ന് 76,034 വോട്ട് രമ്യ ഹരിദാസ് അവിടെ പിടിച്ചു. രമ്യക്ക് വേണമെങ്കിൽ നിൽക്കാം, പ്രവർത്തിക്കണം. രമ്യ പ്രവർത്തനത്തിൽ ഭയങ്കര മോശമാണ്. രമ്യ പാട്ട് മാത്രമേ ഉള്ളൂ. രമ്യ ആ പാട്ട് പാടുന്ന ആ ഒരു അത് മാറ്റി. പക്ഷേ വേറെ കാര്യം, അടിസ്ഥാനപരമായി അത് ഇടതുപക്ഷ മണ്ഡലമാണ്. ഇടതുപക്ഷ മണ്ഡലം നിരന്തരം ഇടതുപക്ഷം ജയിക്കുന്ന ഞാൻ പറഞ്ഞ അവിടെ MA കുട്ടപ്പനൊക്കെ ജയിച്ചിട്ടുണ്ട് ഇടയ്ക്ക് കോൺഗ്രസിന്റെ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ചേട്ടൻ ഓർമ്മയുണ്ടോ? വട്ടിയൂർക്കാവ് നിന്നും മുരളീധരൻ വടകര പോയപ്പോഴാണ് ആര് ജയിച്ചത് അവിടെ? VK പ്രശാന്ത് ജയിച്ചത്. അത് വട്ടിയൂർക്കാവ് UDF മണ്ഡലമാണ്. VK പ്രശാന്ത് അത് പിടിച്ചു. പോരാത്തതിന് നായർ സമുദായം കൂടുതലുള്ള മണ്ഡലമാണ്. ആ നായർ സമുദായത്തിന്റെ ആ ഒരു ജാതീയമായിട്ടുള്ള ഇത് പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് VK പ്രശാന്തിനെ അവിടെ പിടിച്ചു നിർത്തിയത്. എന്നിട്ട് VK പ്രശാന്ത് അതുകൊണ്ടാണ് പണ്ട് VS അച്യുതാനന്ദൻ നമ്മുടെ ഈ ചെറിയാൻ ഫിലിപ്പിനെ ഇടയ്ക്ക് CPM നിർത്തിയ സമയത്ത് അദ്ദേഹം ഇലക്ഷന് ശേഷം VS പറഞ്ഞു അത് ഒരിക്കലും ചെറിയാൻ ഫിലിപ്പിനെ അവിടെ നിർത്താൻ പാടില്ലായിരുന്നു, കാരണം അത് നായർ വോട്ട് കൂടുതലുള്ള മണ്ഡലമാണ്, അവിടെ ചെറിയാൻ ഫിലിപ്പിനെ പോലെ ക്രിസ്ത്യാനിയെ നിർത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയാൻ ഫിലിപ്പിന്റെ തോൽവിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോ ഈ വട്ടിയൂർക്കാവ് അതുപോലെ പിടിച്ചതുപോലെ ചേലക്കര രാധാകൃഷ്ണന്റെ മണ്ഡലം തന്നെയാണ്. രമ്യ ഹരിദാസിനെ നിർത്തിയാൽ രമ്യ ഹരിദാസിന് പ്രവർത്തിച്ചാൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് രമ്യ ഹരിദാസ് അല്ലാതെ മറ്റൊരു കാൻഡിഡേറ്റ് ഇപ്പൊ തൽക്കാലം ചിന്തിക്കാനില്ലെന്നാണ്. തൽക്കാലം അവിടെ ചിന്തിക്കാനില്ല. രമ്യ ഹരിദാസ് ഞാൻ പറയട്ടെ, ഇവിടെ പാലക്കാട് BJPക്ക് വേണമെങ്കിൽ പിടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ചേലക്കര വേണമെങ്കിൽ കോൺഗ്രസിന് തിരിച്ചു പിടിക്കാം. പക്ഷെ ഒരു പാടുമില്ലാത്ത, കാരണം ഇപ്പം പിടിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ട് നിൽക്കുകയാണ്. CPM ആണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ദയനീയ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ത്രിപുരയിൽ ഭരണമില്ല, പശ്ചിമ ബംഗാളിൽ ഭരണമില്ല, MP-മാരൊന്നുമില്ല, കേന്ദ്രത്തിൽ ഭരണമില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി കേരളം 2026 ഒരു കമ്മി മുക്ത ഭാരതമാകും എന്നൊരു പ്രതീക്ഷ പല ആൾക്കാരും വെച്ച് പുലർത്തും. അങ്ങനെയാണെങ്കിൽ മുഴുവൻ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടെ മുന്നേറാം.